നമസ്കാരം. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്, അഥവാ 84,000 സെക്കൻഡാണ്. പക്ഷേ ചില ദിവസങ്ങൾക്ക് ദൈർഘ്യം തീരെ കുറവായി വരുന്ന ഒരു പ്രതിഭാസം ഈയിടെയായി കണ്ടുവരുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം അതാണ്. ഇന്നത്തെ ദിവസത്തിനും ദൈർഘ്യം കുറവായിരിക്കും. പക്ഷേ എന്ന് വെച്ച് അത് ഒരുപാട് സമയമൊന്നും ആയിരിക്കില്ല, ഏതാനും മില്ലി സെക്കൻഡുകൾ മാത്രം. അതായത് നമുക്ക് സങ്കല്പിക്കാനോ കണക്കൂട്ടാനോ പോലും കഴിയാത്ത തരത്തിലുള്ള അത്രയും ചെറിയ ഒരു കുറവായിരിക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ദൈർഘ്യത്തിൽ അനുഭവപ്പെടുക. ഈ മാസം 9-ാം തീയതിയും ഇത് തന്നെയാണ് അനുഭവപ്പെട്ടിരുന്നത്. മാത്രമല്ല തുടർന്ന് ഈ മാസം 10-ാം തീയതിയും ഇത്തരത്തിൽ വളരെ നേരിയ കുറവ്, അതായത് മില്ലി സെക്കൻഡുകളുടെ കുറവ് അനുഭവപ്പെട്ടിരുന്നു. ഇന്നത്തെ ദിവസത്തിനും ആ ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും ഇന്നത്തെ ദിവസത്തെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ഇനി എന്നായിരിക്കും ഇത്തരത്തിലുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസം ഉണ്ടാവുക എന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുകയില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് തേടുമ്പോഴാണ് ഗവേഷകർ പറയുന്നത് ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗം ഈ ദിവസങ്ങളിൽ വർദ്ധിക്കുന്നുവെന്നാണ്. അങ്ങനെ വേഗം വർദ്ധിക്കുമ്പോഴാണ് ഈ ദിവസത്തിൻ്റെ ദൈർഘ്യത്തിന് മാറ്റം വരുന്നത്. എന്നാൽ ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ അത്രയും സൂക്ഷ്മമായ ഒന്നാണ്. ഇത് അളക്കുന്നതിന് വേണ്ടി അറ്റോമിക് ക്ലോക്കുകളാണ് സാധാരണ ഇതിൽ ഉപയോഗിക്കാറുള്ളത്. അത് ഉപയോഗിച്ച് മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ ഹിമാനികൾ ഉരുകി സമുദ്രത്തിലും മറ്റും ജലപ്രവാഹം വർദ്ധിക്കുന്നത്, അതുപോലെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന നിരവധി മാറ്റങ്ങൾ, ഇവയൊക്കെ തന്നെ ഒരുപക്ഷെ ഈ ഒരു ഭ്രമണത്തിൻ്റെ വേഗത വളരെ നേരിയ തോതിലാണ്, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും നേരിയ തോതിലാണ് മാറാൻ സാധ്യതയുള്ളത്. സാധാരണഗതിയിൽ ഈ ദിവസത്തിൻ്റെ ദൈർഘ്യത്തിലുണ്ടാകുന്ന മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. എങ്കിൽ പോലും ഇതിൽ ചില അപായ സാധ്യതകൾ കാണുന്നുണ്ട്. പ്രധാനമായും ഈ GPS സംവിധാനങ്ങൾ, അതുപോലെ ഉപഗ്രഹ സംവിധാനങ്ങൾ, ഇവയൊക്കെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ ഇത് നേരിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇവയെല്ലാം തന്നെ സമയാധിഷ്ഠിതമായി പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളാണ്. അതിൽ ഒരു സെക്കൻഡിൻ്റെ 1000-ൽ അംശത്തിൽ വരുന്ന മാറ്റത്തിൽ പോലും ഈ ഒരു വലിയ തോതിലുള്ള ചില ചലനങ്ങൾ അല്ലെങ്കിൽ ചില വലിയ മാറ്റങ്ങൾ ഈ ഉപകരണങ്ങൾ വരുത്താനുള്ള സാധ്യതയും കൂടുതലാണ്. ഒരു മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൻ്റെ 1000-ൽ 1 അംശമാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം ചുരുങ്ങിയ സമയമാണ്. എങ്കിലും ഇവയുടെ പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സെക്കൻഡിൻ്റെ എത്രയോ നിസ്സാരമായ ഒരു അംശം പോലും ഇവയുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഈ ദൈർഘ്യ കുറവ് ഏതായാലും അതിനെയൊക്കെ തന്നെ മറികടക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഒരുപക്ഷെ ശാസ്ത്രലോകം ഒരുക്കിയിരുന്നിരിക്കാം. കാരണം വളരെ മുൻകൂട്ടി തന്നെ നമുക്കിത് അറിയാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഉപകരണങ്ങളൊക്കെ തന്നെ അത്തരം ക്രമീകരണങ്ങൾ വരുത്തി ഈ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മാറാൻ കഴിഞ്ഞേക്കും. ഒരുപക്ഷെ നമ്മൾ അറിയാതെയാണ് സംഭവിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ ഈ ഒരു നിസ്സാര സമയമാറ്റം പോലും വലിയ തോതിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യത ഉള്ളതാണ്. പക്ഷേ മുൻകൂട്ടി അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഇതിനൊക്കെ തന്നെ ഒരു പരിഹാരവുമായി ശാസ്ത്രലോകം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല നാസ ഗവേഷകർ പറയുന്നത് ഈ ഒരു മാറ്റവും ഈ ചന്ദ്രനുമായും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കാരണം ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം വർദ്ധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായി സംഭവിക്കും എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ സമയമാറ്റം ഉണ്ടായ ദിവസങ്ങളിലൊക്കെ തന്നെ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം വളരെ വർദ്ധിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ചന്ദ്രനും സൂര്യനും ഒക്കെ തന്നെ ഭൂമിയുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ നിത്യജീവിതത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ഭൂമിയുടെ ഓരോ ചലനങ്ങളിൽ പോലും ഒക്കെ തന്നെ ഇവയ്ക്ക് വളരെ ശക്തമായ തോതിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഈ സമയ ദൈർഘ്യത്തിലുണ്ടാകുന്ന മാറ്റവും ഒക്കെ തന്നെ ഈ ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നാസ കണ്ടെത്തിയിരിക്കുന്നത്. 2020, 2022, 2024 വർഷങ്ങളിൽ ഭൂമിയുടെ ഭ്രമണ വേഗത വർദ്ധിപ്പിക്കാൻ ഇത് കാരണമായിട്ടുണ്ട്. ജൂലൈ 9-നും ഇന്നത്തെ ദിവസത്തിനുമൊക്കെ തന്നെ ചന്ദ്രൻ ഭൂമിയുടെ ഭൂമധ്യരേഖയിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കും. ഇത് ഈ സമയദൈർഘ്യവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി തന്നെ മാറുകയാണ്. നേരത്തെയുള്ള വർഷങ്ങളിലൊക്കെ തന്നെ ചന്ദ്രൻ ഒരുപാട് ഭൂമിയിൽ നിന്ന് അകന്നു നിന്ന സമയത്താണ് ഈ ഒരു സമയ വ്യത്യാസം ഉണ്ടായത്. ഏതായാലും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ ഭാഗ്യവാന്മാരാണ്. കാരണം ഒരുപക്ഷെ നമ്മുടെ കാലയളവിൽ ഏറ്റവും സമയദൈർഘ്യം കുറഞ്ഞ ഒരു ദിവസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമുക്കതൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഒരു മൈക്രോ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പത്തിൻ്റെയൊക്കെ തന്നെ അപ്പുറമാണ്. എങ്കിൽ പോലും ഈ ദിവസം നമ്മളെല്ലാവരും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ സാക്ഷികളാകുക എന്നത് തന്നെയാണ് അതുകൊണ്ട്